സമൂഹം തന്നെ പരാജയമായി കാണുമോ എന്നൊരു ഭയം ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കും. സ്നേഹം ഉത്തരവാദിത്തമായി മാറും, ഉത്തരവാദിത്തം സമ്മർദ്ദവും, ഈ സമ്മർദ്ദം അയാളെ കുടുക്കിലാക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളൊന്ന് സനു മോഹന്റെയും വൈഗയുടെയും കഥ. തുടക്കം 2021 മാർച്ച് 21 രാത്രി 9 മണിക്കാണ് സനു മോഹൻ മകൾ വൈഗയുമായി ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. പക്ഷേ അരമണിക്കൂറുകളിൽ തന്നെ സനു മോഹൻ തിരിച്ച് മകളുമായി എത്തുന്നുണ്ട്. എങ്കിലും മകൾ മൂടിപ്പുതച്ച ഒരു പുതപ്പിനുള്ളിലാണ്. കാറിലേക്ക് കിടത്തിയ ശേഷം സനു മോഹൻ കാറെടുത്തു പോകുന്നതാണ് സെക്യൂരിറ്റി കാണുന്ന കാഴ്ച. അടുത്ത ദിവസം ഉച്ചയ്ക്ക് മുട്ടാർപ്പുഴയിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നു. 10 വയസ്സുകാരിയായ വൈഗയുടേത്. മൃതദേഹത്തിൽ മദ്യവും മറ്റു പാടുകളും കാണാനുണ്ട്. അന്വേഷണം നേരെ എത്തിച്ചത് വൈഗയുടെ അച്ഛനായ സനു മോഹനിലേക്ക്. പിന്നീട് സനു മോഹനെ മറ്റാരും കാണുന്നില്ല. സനു മോഹന്റെ തിരോധാനം ചെന്നെത്തിക്കുന്നത് കർണാടക ബോർഡറിലെ മൂകാംബികയിലേക്കാണ്. പോലീസിന്റെ കണ്ടെത്തൽ തെളിഞ്ഞത് സനു മോഹൻ തന്റെ കടബാധ്യതകൾ അവസാനിപ്പിച്ച് മകളെ കൊന്നൊടുക്കി നാടുവിടുകയായിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യലിൽ സനു മോഹൻ പറഞ്ഞത് മറ്റൊന്നാണ്. കടബാധ്യതകളായതുകൊണ്ട് തന്നെ മകളെ നോക്കാനാകില്ല, മകളെ നരയിപ്പിക്കാൻ വയ്യ, ഞാൻ അവളെ കൊന്നുകളയുകയായിരുന്നു. നാട്ടുകാരുടെ മുമ്പിൽ ഒരു പരാജയമായി ജീവിക്കാൻ സാധിക്കാത്തത് മൂലമാണ് സനു മോഹൻ മകളായ വൈഗയെ കൊന്ന് നാടുവിടുന്നത്. സാമ്പത്തികാവസ്ഥയേക്കാൾ വലിയ തകർച്ച ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയും ധാർമ്മികതയുടെയും തകർച്ചയാണ്. അത് അയാളെ ഒരു ഭ്രാന്തനാക്കി മാറ്റും, സമൂഹ വിരോധിയാക്കി മാറ്റും. അത് പിന്നീട് സമൂഹത്തിൽ തന്നെ വലിയൊരു വിപത്തായി മാറും. ആ 10 വയസ്സുകാരിക്ക് നഷ്ടപ്പെട്ടത് ഒരു ജീവൻ മാത്രമല്ല, താൻ തണലായി കരുതിയ തൻ്റെ അച്ഛൻ്റെ സ്നേഹം കൂടിയായിരുന്നു.